വിഴിഞ്ഞത്ത് രാഷ്ട്രീയം പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളാണല്ലോ പിണറായി വിജയനും ശശി തരൂരും. കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന് പറയുന്നതാണ് വലിയ മാറ്റമെന്ന് മോദി പറഞ്ഞു. VN വാസവന്റെ വാക്കുകൾ പരാമർശിച്ചായിരുന്നു മോദിയുടെ മറുപടി. സമഗ്ര വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യ, ഒളിയമ്പുകളുടെ വേദി കൂടിയായിരുന്നു ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിന്റെ വേദി. കോൺഗ്രസിനെതിരെയും അതോടൊപ്പം തന്നെ CPIM-നെതിരെയും കടുത്ത രീതിയിൽ വിമർശന അമ്പുകൾ തന്നെ എയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി. എങ്ങനെ മനസ്സിലാക്കാം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ? കാളിദാസ്, അങ്ങനെ നമ്മൾ ഇതും നേടി എന്നതാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പതിറ്റാണ്ടുകളായിട്ട് കേരളം സ്വപ്നം കാണുന്ന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് പൂർത്തിയാക്കി ലോകത്തിന് മുന്നിൽ കവാടം തുറന്ന് ഇട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇതിനു മുൻപ് തന്നെ പല റെക്കോർഡുകളും ഭേദിച്ച് വിഴിഞ്ഞം തുറമുഖം ലോക ശ്രദ്ധയാകർഷിച്ച് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ലോകം ഇപ്പോഴേ തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സജ്ജമാകുന്നത് 2028-ലാണെങ്കിൽ കൂടിയും ആദ്യഘട്ട കമ്മീഷന് മുൻപ് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് ലോക ശ്രദ്ധയാകർഷിക്കാൻ കഴിയും, വാണിജ്യ ഭൂപടത്തിൽ ഇടം നേടാൻ തങ്ങൾക്ക് കഴിയും എന്നുള്ളത് തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യക്ക് തന്നെ ലോക ഭൂപടത്തിൽ ഏറ്റവും ഉയരത്തിൽ എത്താൻ സഹായിക്കുന്ന തുറമുഖം അത് കേരളത്തിന്റെ ഏറ്റവും അറ്റത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ വിഴിഞ്ഞത്ത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ മുഹൂർത്തം തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇന്നിപ്പോൾ 3 പേർക്കാണ് പ്രസംഗിക്കാൻ അവസരമുണ്ടായിരുന്നത്. തുറമുഖ മന്ത്രി VN വാസവൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3 പേരും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്ക് കൂടി വകവെച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രസംഗം പൂർത്തിയാക്കിയത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെയുള്ള വിമർശനം കൂടി തന്റെ പ്രസംഗത്തിൽ പരോക്ഷമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് പിണറായി വിജയന്റെ പ്രസംഗത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ കുഞ്ഞായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിനെ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രസംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്നുള്ളതാണ്. ഈ തുറമുഖം കമ്മീഷനിങ്ങിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരുടെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് LDF-ന്റെ പദ്ധതിയാണ് എന്നുള്ളത് തന്റെ പ്രസംഗത്തിൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ശില്പിയാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ കർമ്മയോഗി എന്നുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിക്കൊണ്ടുള്ള പ്രസംഗമാണ് മന്ത്രി VN വാസവനും നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിലൊക്കെയുള്ള വിമർശനങ്ങൾ ഇനി കോൺഗ്രസിന്റെ UDF-ന്റെ പക്കൽ നിന്ന് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് പറയാൻ സാധിക്കും. കാരണം പ്രതിപക്ഷ നേതാവിന്റെ ഒരു അസാന്നിധ്യം വേദിയിലുണ്ടായിരുന്നു. ശശി തരൂർ MPയും M വിൻസെന്റ് MLAയും ഒക്കെ വേദിയിലുണ്ടായിരുന്നെങ്കിൽ കൂടിയും പ്രതിപക്ഷ നേതാവ് വേദിയിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ അഭിമാന പദ്ധതിയുടെ ആദ്യഘട്ട കമ്മീഷനിങ് നടക്കുന്ന വേദിയിൽ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം അത് വരും മണിക്കൂറിൽ വലിയ ചർച്ചയാകും. വലിയ വിമർശനങ്ങൾ UDF ഉയർത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. M വിൻസെന്റ് MLA ആകട്ടെ അതിരാവിലെ പുതുപ്പള്ളിയിൽ ചെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആദരവ് അർപ്പിച്ചതിന് ശേഷമാണ് ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. അതായത് വിഴിഞ്ഞം തുറമുഖം അത് ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നുള്ളത് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് രാഹുൽ ഗാന്ധിക്കിട്ടുള്ള ഒരു കുത്ത് ആണ് എന്ന് നമുക്ക് പരോക്ഷത്തിൽ പറയാൻ സാധിക്കും. കാരണം മറ്റൊന്ന് VN വാസവൻ പറഞ്ഞു വെച്ച ഒരു പ്രസംഗത്തിലെ വിമർശനം കൂടി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അതായത് ഈ സ്വകാര്യ പങ്കാളിത്തത്തെ ഇടത് സർക്കാർ സ്വീകരിക്കുന്നത് അത് നല്ല കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലായ്പ്പോഴും എല്ലാ വേദികളിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കിട്ടുള്ള ഒരു ആയുധമായിട്ട് ചൂണ്ടിക്കാട്ടുന്നതാണ് പ്രധാനമന്ത്രി അദാനി കൂട്ടുകെട്ട്. കേന്ദ്ര സർക്കാർ അദാനിയെ പോലെയുള്ള അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനം ഉയർത്താറുണ്ട്. അതിനുള്ള ഒരു മറുപടി ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രസംഗത്തിനിടയിൽ നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ഈ ആരാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ
പിതാവ് അല്ലെങ്കിൽ അതിന്റെ പിതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള തർക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നു LDF സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിലൂടെ. അത് മന്ത്രി VN വാസവനും പ്രസംഗത്തിൽ അക്കാര്യം വ്യക്തമാക്കി. ശില്പി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി അത് LDF സർക്കാരാണ്, പിണറായി വിജയനാണ് എന്നുള്ളത് അദ്ദേഹവും പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്ക് കൂടി വേദിയാക്കി മാറ്റാൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തുറമുഖ മന്ത്രിയും ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് വേദി ഒരുക്കി എന്നുള്ളതിൽ സംശയമില്ല. ഇനി ഇവർ നടത്തിയ പ്രസംഗത്തിൽ കോൺഗ്രസിന് UDFന് എന്താണ് പറയാനുള്ളതെന്ന് വരും മണിക്കൂറുകളിൽ ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ അസാന്നിധ്യത്തിൽ പദ്ധതി സ്വന്തമാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രസംഗം മുഖ്യമന്ത്രി നടത്തുന്നു. രാഹുൽ ഗാന്ധിക്കിട്ടുള്ള പരോക്ഷ വിമർശനം പ്രധാനമന്ത്രി നടത്തുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്നത് VN വാസവൻ എടുത്തു പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് 3 പേരുടെ പ്രസംഗത്തിലും ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഏറെ പ്രസക്തമാണ്. 2015 കരാറാണ് എന്നൊക്കെ മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേര് അത് ഒരു ഘട്ടത്തിലും ആരും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഒക്കെ തുടർ വിമർശനങ്ങളും ഒക്കെ ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മീഷനിങ് കഴിഞ്ഞു കഴിഞ്ഞാലും തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് കേരളം സ്വപ്നം കണ്ട പദ്ധതി ഇന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുന്നതിന്റെ സന്തോഷത്തിലാണ്, ആ അഭിമാന നിമിഷത്തിലാണ് കേരളം ഉള്ളത്. ലോക തുറമുഖ വാണിജ്യ ഭൂപടത്തിൽ നമ്മുടെ രാജ്യത്തിനെ ഏറ്റവും ഉയരത്തിൽ എത്തിക്കുന്നതിന്റെ പ്രധാന ഭാഗമാകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 2028 മാത്രമേ പൂർണ്ണമായിട്ടും തുറമുഖം സജ്ജമാകൂ എങ്കിൽ കൂടിയും ഇപ്പോൾ തന്നെ തുറമുഖം അതിന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒട്ടേറെ പ്രത്യേകതകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ട്. അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആഴം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. ഇതിനോടകം തന്നെ വൻകിട കമ്പനികളുടെ കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞു. അപ്പോൾ ലോകം ഇതിനു മുൻപ് തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉറ്റുനോക്കി കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇനി ഉള്ളത് ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ ട്രെയിലറായിരുന്നു. ഇനിയാണ് എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശക്തി, എന്താണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് നേടിക്കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ആദ്യഘട്ട കമ്മീഷനിങ് പൂർത്തിയായി കഴിഞ്ഞു. നാലാം ഘട്ടം വരെയാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത്. അതിന്റെ 3 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കമ്മീഷനിങ്ങിന്റെ ആദ്യഘട്ടം ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ഘട്ടം കൂടിയാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാകാനുള്ളത്. ആ 1ാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ തുടങ്ങുമെന്നുള്ളതാണ് തുറമുഖത്തിന്റെ MD ദിവ്യ S. അയ്യർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രവർത്തനങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് പൂർണ്ണാർത്ഥത്തിൽ തുറമുഖം സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 2028 പൂർണ്ണാർത്ഥത്തിൽ തുറമുഖം എല്ലാ വിധത്തിലും സജ്ജമായി കഴിയും, പ്രവർത്തന സജ്ജമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഘട്ടത്തിൽ പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്, ബെർത്തിന്റെ നീളം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒട്ടേറെ പ്രവർത്തനങ്ങൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എത്രയും വേഗം നടപ്പിലാക്കി 2028 കൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാ പ്രവൃത്തികളും എല്ലാ പണികളും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് അത് അതിവിപുലമായിട്ട് തന്നെ സംസ്ഥാനം ആഘോഷിച്ചു. ആ വേദി പരസ്പര രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള സ്വയം നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റാൻ നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തുറമുഖ മന്ത്രിയും ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇനി അതേ തുടർന്നുള്ള പല വിമർശനങ്ങളും വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെയും UDFന്റെയും അടക്കം നിലപാടുകളും പ്രതികരണങ്ങളും കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നടത്തിയ വിമർശനങ്ങളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെന്താണെന്ന് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷനുകൾക്ക് ശേഷം തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ എത്തുകയും അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്തു കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിലേക്കാണ്, വിജയവാഡയിലേക്കാണ് പ്രധാനമന്ത്രി മടങ്ങിപ്പോയിരിക്കുന്നത്. അതീവ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കമ്മീഷനിങ് പരിപാടികളൊക്കെ തന്നെ പൂർത്തിയായി. പ്രധാനമന്ത്രി തിരിച്ച് മടങ്ങിപ്പോയി.